ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ പലരും സാഹസികങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. പക്ഷേ ചില സമയങ്ങളിൽ അത് നമ്മുടെ മരണത്തിന് വരെ കാരണമായേക്കാം. ജോൺ എഡ്വേർഡ് ജോൺസിനും അതാണ് സംഭവിച്ചത്. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ഒരു ദിവസത്തിലേറെ ഗുഹയിൽ കുടുങ്ങിക്കിടക്കേണ്ടി വന്നു. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്, എങ്ങനെയാണ് അദ്ദേഹം ദാരുണമായി മരണപ്പെട്ടത് എന്ന് പറയുന്ന ഒരു റിയൽ സ്റ്റോറിയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ജോണും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ജോസും ചെറുപ്പം മുതലേ അവരുടെ അച്ഛനോടൊപ്പം ചേർന്ന് കേവ് എക്സ്പ്ലോറിങ്ങിന് പോകുമായിരുന്നു. ഇതവർ ഒരു ഹോബിയായി കണ്ടിരുന്നു. 26 വയസ്സുള്ള ജോൺ വെർജീനിയയിൽ ഒരു മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞ് 1 വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ കഴിഞ്ഞിരുന്ന ജോൺ തൻ്റെ ഹോളിഡേയ്സ് ആഘോഷിക്കാനായി യൂട്ടയിലെ നെറ്റിപ്പുട്ടി കേവ് സന്ദർശിക്കാൻ തൻ്റെ 9 ഫ്രണ്ട്സും ഫാമിലിയോടും ചേർന്ന് നവംബർ 24, 2009 രാത്രി 8 മണിയോടുകൂടെ എത്തിച്ചേർന്നു. അവർ ഗുഹയിലെ ലോങ് ചാമ്പറായ ബിഗ് സ്ലൈഡിനുള്ളിലേക്ക് പ്രവേശിച്ചു. ജോണും ജോസും 2 ഫ്രണ്ട്സും ചേർന്ന് പിരിഞ്ഞു പോകാമെന്ന് കരുതി ഗുഹയുടെ ബെർത്ത് കനാൽ എന്ന ഭാഗത്തേക്ക് പോയി. അവിടെ വളരെ എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രമാണ് പോകുന്നത്. ജോൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരു ഹോൾ മാത്രമാണ് കണ്ടത്. അയാൾ പതുക്കെ കൈവിരലുകൾ ഉപയോഗിച്ച് ഹോളിനുള്ളിലേക്ക് പ്രവേശിച്ചു. അപ്പോഴാണ് തിരിച്ചറിഞ്ഞത് തനിക്ക് തിരിയാനുള്ള വഴി ഇവിടെ ഇല്ല എന്ന്. എങ്കിലും എവിടെയെങ്കിലും വഴി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അവർ കരുതിയതുപോലെ ജോൺ ബെർത്ത് കനാലിലേക്കായിരുന്നില്ല പ്രവേശിച്ചിരുന്നത്. അതിനു പകരം ഇതുവരെ ആരും എക്സ്പ്ലോറിംഗ് ചെയ്യാത്ത ഒരു സ്ഥലത്തേക്കായിരുന്നു എത്തിച്ചേർന്നത്. അപ്പോഴാണ് ജോൺ മനസ്സിലാക്കുന്നത് താൻ ഒരു വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നതെന്ന്. എങ്കിലും മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോഴുണ്ടായിരുന്ന സ്ഥലത്തായിരുന്നുവെങ്കിൽ ജോണിനെ റെസ്ക്യൂ ടീമിന് രക്ഷിക്കാമായിരുന്നു. മുന്നിലേക്ക് പോയ ജോൺ അയാളുടെ മുമ്പിൽ സ്ട്രെയിറ്റായി തലകീഴായി ഒരു കുഴി കണ്ടു. അവിടെ തനിക്ക് തിരിയാനുള്ള സ്ഥലം കിട്ടുമെന്ന് കരുതിയ ജോൺ ശ്വാസം വെളിയിലേക്ക് വിട്ട് ചെസ്റ്റ് ചെറുതാക്കി മുന്നോട്ട് പോയി. എന്നാൽ ജോൺ കരുതിയതുപോലെ നടന്നില്ല. ശ്വാസം എടുത്തപ്പോൾ തല കീഴായിട്ട് അനങ്ങാൻ പോലും പറ്റാതെ ആ കുഴിക്കുള്ളിലേക്ക് ജോൺ വീഴുകയായിരുന്നു. ആ കുഴിക്ക് 10 ഇഞ്ച് അകലവും 18 ഇഞ്ച് ആഴവും മാത്രമാണുള്ളത്. അതോടുകൂടെ ആ കുഴി അവിടെ അവസാനിക്കുകയുമാണ്. ജോൺ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ജോസ് ആണ് ആദ്യം കാണുന്നത്. എന്നാൽ ജോസ് കരുതി തൻ്റെ സഹോദരൻ ആരും ഇതുവരെ കണ്ടെത്താത്ത, മാപ്പിൽ പോലുമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തി എന്നായിരുന്നു. എന്നാൽ മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് തൻ്റെ സഹോദരൻ അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്ന്. തൻ്റെ സഹോദരനെ രക്ഷിക്കാനായി മുന്നോട്ട് പോയ ജോസും ഒരു സ്ഥലത്ത് കുടുങ്ങുകയാണ്. എന്നാൽ എങ്ങനെയോ മാനേജ് ചെയ്ത് ജോസ് ജോൺ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയാണ്. പക്ഷേ ദുർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ 2 കാലുകൾ മാത്രമാണ് ജോസിന് കാണാൻ സാധിച്ചത്. ജോണിനെ രക്ഷിക്കാനായി ജോസ് 2 കാലുകളും പിടിച്ച് മുകളിലേക്ക് കയറ്റാൻ ശ്രമിച്ചു. എന്നാൽ അത് വളരെ ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ടും പിടിച്ചു നിർത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ടും ജോൺ വീണ്ടും ഉള്ളിലേക്ക് പോയി നന്നായി ഒന്നും കൂടെ കുടുങ്ങുകയും ചെയ്തു. ജോസ് ഉടനെ തന്നെ ഗുഹയുടെ വെളിയിലേക്ക് പോയി റെസ്ക്യൂ ടീമിനെ സഹായത്തിനായി വിളിച്ചു. ഉടനെ അവർ അവിടെ എത്തി. എന്നാൽ ജോൺ ഗുഹയുടെ എൻട്രൻസിൽ നിന്നും 400 അടി ദൂരത്തിലും ഭൂമിയുടെ മേൽപ്പരപ്പിൽ നിന്നും 100 അടി ആഴത്തിലുമാണ് ഉള്ളത്. റെസ്ക്യൂ ടീം ഉള്ളിലേക്ക് വരാൻ അരമണിക്കൂറെങ്കിലും വേണ്ടിവരും. സൂസി എന്ന അനുഭവമുള്ള വുമൺ കേവ് എക്സ്പ്ലോററാണ് ജോണിനെ സഹായിക്കാനായി എത്തിയത്. എന്നാൽ സൂസിയും ഒരു സ്ഥലത്ത് കുടുങ്ങിപ്പോവുകയാണ് ചെയ്തത്. കഷ്ടപ്പെട്ട് ജോൺ ഉള്ള സ്ഥലത്തേക്ക് എത്തിയ സൂസി ജോണിനോട് സംസാരിച്ചു. എന്നാൽ 4 മണിക്കൂറായിട്ടും റെസ്ക്യൂ ടീമിന് ജോണിനെ രക്ഷിക്കാനായില്ല. ജോണിനെ കൊണ്ട് ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കാൻ സാധിക്കില്ല. കാരണം ഹ്യൂമൻ ബോഡി നിവർന്ന് നടക്കുന്നത് പോലെയാണ് നിർമ്മിക്കപ്പെട്ടത്. ഹ്യൂമൻ ബോഡിയിലുള്ള എല്ലാ പാർട്സും ഗ്രാവിറ്റിയോട് ചേർന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ തല കീഴായിട്ടിരിക്കുന്നത് മൂലം എപ്പോഴും തലയിലോട്ട് പോകുന്ന രക്തത്തെ ഹാർട്ട് പിന്നെയും പമ്പ് ചെയ്യേണ്ടി വരുന്നു. മനുഷ്യശരീരം ഇങ്ങനെ നിർമ്മിക്കപ്പെടാത്തതിനാൽ തല കീഴായി ഇരുന്നാൽ രക്തത്തിൽ ടോക്സിൻ്റെ അളവ് കൂടി ശ്വാസം മുട്ടി പെട്ടെന്ന് മരണമുണ്ടായേക്കാം.
അതുകൊണ്ട് ജോൺ ഇനി 8 മണിക്കൂർ മാത്രമേ സുബോധത്തോടു കൂടെയും ജീവനോടു കൂടെയും ഉണ്ടാകത്തുള്ളൂ എന്ന് സൂസി പറയുന്നു. തന്നെ ജോണിൻ്റെ കാലുകളിൽ കയറ് കെട്ടി വെളിയിലേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഗുഹയുടെ ഷേപ്പ് കയറ് കെട്ടി വെളിയിലേക്ക് വലിക്കാൻ പറ്റാത്തതുപോലെയാണ് ഉണ്ടായിരുന്നത്. ജോണിനെ രക്ഷിക്കാൻ ഒരു പുള്ളിംഗ് സിസ്റ്റം ഉണ്ടാക്കാം എന്ന് കരുതിയ റെസ്ക്യൂ ടീം അവരെ കൊണ്ട് പറ്റുന്നതുപോലെ ജോണിനെ കംഫർട്ടബിൾ ആണെന്ന് ഫീൽ വരുത്താൻ ശ്രമിച്ചു. അദ്ദേഹത്തിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. പാട്ടുകൾ പാടിയും ഫ്യൂച്ചറിനെ പറ്റി പറഞ്ഞും അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. അതേസമയം പുള്ളിംഗ് സിസ്റ്റം റെഡിയാക്കാനുള്ള വർക്കും വെളിയിൽ നടന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ജോണിൻ്റെ സൗണ്ട് മാറിയത് റെസ്ക്യൂ ടീം ശ്രദ്ധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ലങ്സ് ശ്വാസം വിടാൻ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. വോയിസും ലോ ആയി തുടങ്ങിയിരുന്നു. അങ്ങനെ പുള്ളിംഗ് സിസ്റ്റവും റെഡിയായി. പുള്ളിംഗ് സിസ്റ്റം ഉപയോഗിച്ച് ജോണിൻ്റെ കാലുകൾ കെട്ടി മുകളിലേക്ക് വലിക്കുമ്പോൾ ഹാർട്ട് കാലിലേക്ക് രക്തം പമ്പ് ചെയ്യാൻ പറ്റാത്തതിനാൽ കാലിൽ രക്തമില്ലാത്തതിനാൽ ജോൺ വേദന കൊണ്ട് അലറി വിളിക്കുകയും ചെയ്തു. ആ കുഴിയുടെ ആംഗിൾ ജോൺ വെളിയിൽ വരാത്തതുപോലെയാണുള്ളത്. എങ്ങനെ ശ്രമിച്ചാലും ജോണിനെ വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് റെസ്ക്യൂ ടീം മനസ്സിലാക്കി. അദ്ദേഹത്തിൻ്റെ കാലുകൾ മുറിച്ചാൽ മാത്രമേ ജോണിനെ വെളിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരുപാട് വീക്കായിരുന്ന ജോണിൻ്റെ ബോഡിക്ക് അത് സഹിക്കാൻ പറ്റാതെ ഹാർട്ട് നിന്നു പോകുമെന്ന് അവർ കരുതി. അതേസമയം പുള്ളിംഗ് സിസ്റ്റവും അതിൻ്റെ ഗ്രിപ്പ് നഷ്ടമായി പിഞ്ചു പോവുകയും ചെയ്തു. ജോണിന് താൻ ഇനി ഇതിനുള്ളിൽ നിന്ന് വെളിയിൽ പോകാൻ സാധിക്കില്ല എന്നുള്ള സത്യം മനസ്സിലായി. 24 മണിക്കൂർ കഴിഞ്ഞ് ജോൺ തൻ്റെ അവസാന നിമിഷം കടന്നുകൊണ്ടിരിക്കുകയാണ്. 100-ൽ കൂടുതൽ ആളുകൾ ജോണിനെ രക്ഷിക്കാനായി വെളിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. 27 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ജോണിൽ നിന്നും ഒരു റെസ്പോൺസും ഇല്ലാതായി. നവംബർ 25 ബുധനാഴ്ച രാത്രി ജോൺ മരണപ്പെട്ടു. 26 വയസ്സുള്ള ജോൺ തൻ്റെ ഭാര്യയെയും മകളെയും ഇനി 1 മാസത്തിൽ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെയും എല്ലാം വിട്ട് മരണത്തിന് കീഴടങ്ങി. ജോൺ മരിച്ച ശേഷം നട്ടിപ്പുട്ടി കേവ് കോൺക്രീറ്റ് ഇട്ട് മൂടി. അദ്ദേഹത്തിൻ്റെ ശരീരം വെളിയിലെടുക്കാൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ മകൾക്കും ഭാര്യയ്ക്കും പിന്നീട് അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചില്ല.